അഹമ്മദ് മൊയ്നുദ്ദീന്റെ ആർത്താറ്റുകയറ്റം എന്ന കവിതയാണ്. കുത്തനെയുള്ള കയറ്റങ്ങളുടെ അളവുകോലായിരുന്നു കുന്നംകുളം എത്തും മുന്നേയുള്ള ആർത്താറ്റുകയറ്റം. വാഹനങ്ങൾ കൈമാറുമ്പോൾ ആർത്താറ്റെത്തുമ്പോൾ നിൽക്കുമോ എന്നൊരു ചോദ്യം ബാക്കി വെച്ചിരുന്നു. വല്ലാതെ കിതച്ചും ചുമച്ചും PKB ആർത്താറ്റ് കയറിയിരുന്നത് മതിലിൽ ഒട്ടിച്ച സിനിമാ പോസ്റ്ററുകൾ മുഴുവൻ വായിക്കാം. താവൂസിന്റെ ഗേറ്റ് അടഞ്ഞു പോയേക്കുമെന്ന ആദിയിൽ അന്നേരം എനിക്ക് ഇരിപ്പുറക്കില്ല. ആർത്താറ്റുകുന്ന് ഇടിഞ്ഞിട്ടൊന്നുമില്ല, എന്നാൽ ഒരു വാഹനവും ബഹുമാനിച്ച് മുട്ടുമടക്കി നിൽക്കുന്നുമില്ല. രഹസ്യമായി പോകുന്ന കുടിവെള്ളം ആർത്താറ്റെത്തുമ്പോൾ ചാടിയിറങ്ങും. വാട്ടർ അതോറിറ്റിയുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ചാട്ടുകുളത്തിലേക്ക് ഓടും. പോണ പോക്കിൽ കണ്ണിൽ കണ്ട കാട്ടുചെടികളുടെയും കിളികളുടെയും ദാഹം തീർക്കും. ആർത്താറ്റെത്തുമ്പോൾ മാത്രം ഇറങ്ങിയോടാൻ കുടിവെള്ളത്തിന് തോന്നുന്നത് എന്തുകൊണ്ടാവാം? കോണിയുടെ കൈവരിയിൽ നിരങ്ങി ഇറങ്ങി കളിക്കുന്ന കുട്ടിക്കാലം വെള്ളത്തിനുമാകാം. എക്കാലവും നനഞ്ഞു നിൽക്കാനാണ് ഈ റോഡിന്റെ വിധി. പഴുതി വീണവരുടെ, പരിക്ക് പറ്റിയവരുടെ പ്രാക്ക് പള്ളിമുറ്റത്തും പള്ളിക്കൂട വരാന്തയിലും കയറിയിരിക്കുന്നുണ്ടാവും. JCBയും കണ്ടെയ്നറുകളും തലങ്ങും വിലങ്ങും പായുന്ന കാലത്താണ് ഇത്തിരി പോന്ന കുന്നിന്റെ ഗൃഹാതുരത്വം. പ്രകൃതിയും പ്രണയവും ഒന്നിച്ചൊഴുകുന്ന ഒരു പുഴ പോലെ, ഒരു ഗസൽ ആസ്വദിക്കുന്ന നേർമ്മ പോലെ വായിച്ചെടുക്കാനാവുന്ന 50ഓളം കവിതകളുടെ സമാഹാരമാണ് അഹമ്മദ് മൊയ്നുദ്ദീന്റെ ചോർ ബസാർ എന്ന ഈ പുസ്തകം. ആരാണ് അഹമ്മദ് മൊയ്നുദ്ദീൻ? റാസാ ബീഗം പാടിയ ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, നീ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും, നീയില്ലെങ്കിൽ ഞാൻ എങ്ങനെ മഴയാകും എന്ന് തുടങ്ങുന്ന ആ വരികൾ അഹമ്മദ് മൊയ്നുദ്ദീൻ്റെതാണ്. കല്ലും കവിതയും ആയുധമാണെന്ന് ഈ കവി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങളുടെ ഒരു നീണ്ട യാത്രയാണ് ഈ കവിതകളൊക്കെയും. എല്ലാവർക്കും നന്ദി, സ്നേഹം.